ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അട്ടിമറിച്ച് പ്രതികൾക്ക് രക്ഷപ്പെടുവാൻ കളമൊരുക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ്. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ്. സാർ, സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. പ്ലക്കാർഡുകളും ബാനറുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. സ്പീക്കർ സഭാ നടപടികൾ തുടർന്നതിനിടയിൽ പ്രകോപനപരമായ ചില പരാമർശങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടയിൽ MLA-മാരായ അൻവർ സാദത്ത്, മാത്യു കുഴൽനാടൻ എന്നിവർക്കു നേരെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റ ശ്രമം നടത്തിയത് സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട ഇതോടെ സ്പീക്കർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീട് സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ മന്ത്രി പി രാജീവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. മന്ത്രിമാരുടെ പരാമർശങ്ങൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടയാക്കി. ഇതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്ലക്കാർഡുകളും ബാനറുകളും വലിച്ചുകീറി വാച്ച് ആൻഡ് വാർഡ് പ്രകോപനം തുടർന്നു. വാച്ച് ആൻഡ് വാർഡുകൾ MLA-മാരെ കയ്യേറ്റം ചെയ്യുവാൻ നടത്തിയ ശ്രമം സഭയെ വീണ്ടും സംഘർഷഭരിതമാക്കി. ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭാ നടപടികൾ എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറുടെ ചേംബറിൽ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ആ പ്രീസിഡൻസ് എവിടെ പോയി? അതിന് മാത്രം സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പിന്നീട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രകടനമായി സഭാകവാടത്തിലേക്കെത്തി. അയ്യപ്പന്റെ സ്വർണം കെട്ട അമ്പലമിഴുങ്ങികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം സർക്കാർ അട്ടിമറിച്ചെന്നും CPM-ന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം ആരംഭിച്ചു. അത്യന്തം സംഘർഷഭരിതവും നാടകീയവുമായ രംഗങ്ങളാണ് സഭയിലുടനീളം ദൃശ്യമായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭയ്ക്കകത്തും പുറത്തും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.